ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കറൻ്റ്ലി നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നോ കോൺടാക്റ്റിലുള്ളവരുടെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള എനർജി എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു നോ കോൺടാക്റ്റിന് റീസൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഫേസിന് കാരണമായിട്ടുണ്ടായിരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. തേർഡ് ഐ ചക്ര, പവർ, സോളിറ്റ്യൂഡ്, പാഷൻ ഇഗ്നൈറ്റഡ്, ഡെസ്റ്റിനി, ആക്സലറേറ്റഡ് മോഷൻ, പേഷ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സെപ്പറേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാർമിക് ടേണിംഗ് പോയിന്റ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഇവിടെ കാരണമായിട്ട് എന്ത് തന്നെ വന്നാലും എക്സ് ഓർ വൈ എന്തുണ്ടായാലും ഒരു സെപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതൊരു യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരുന്നു എന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ അതിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളെ തേടി വരാറുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചേ മതിയാവും എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതായിരുന്നു. അതിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, കാരണങ്ങളെന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ പേഴ്സൺ നമ്മളെ ചീറ്റ് ചെയ്തായിരിക്കാം. അപ്പോൾ കാരണങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ കാരണം എന്താണെന്നുണ്ടെങ്കിലും ആ പിരിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ പോകേണ്ടതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു ഡെസ്റ്റിനിയുടെ ഇൻവോൾവ്മെൻറ്റും നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്കും വ്യക്തമാണ്. അറിവില്ലായ്മ എന്ന് പറയുന്ന കാര്യം ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ചില റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാം അവർ പിരിഞ്ഞിരിക്കുന്നു, സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു, എന്താ കാര്യം എന്ന് പോലും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ ഇതിനോടകം തന്നെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന കാര്യം കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നതെന്നുള്ളത്. ആ ഒരു നോളജ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് വളരെ സഡൻ ആയിട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തികളുമല്ല. ഈ ഒരു സെപ്പറേഷൻ ഫേസ് പെട്ടെന്ന് 1, 2, 3 എന്ന് പറയുന്നതിന് പോലെ അങ്ങനെ വന്നിട്ടുള്ളതല്ല. ഇതിനകത്ത് കുറച്ചൊരു ലാഗോ അല്ലെങ്കിൽ ആ പറഞ്ഞതുപോലെ ഒരു ഡിലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നീട് നോ കോൺടാക്റ്റിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും. പരസ്പരം കുറച്ചും കൂടി ഒന്ന് അകന്നു പോകുന്നൊരവസ്ഥ, മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫിലൊക്കെ പോയിട്ടായിരിക്കും പിന്നെ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് വന്നിട്ടുള്ളത്. അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സൺ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ നേരെ തിരിച്ചും അവർക്കും തോന്നാം. പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനോ ഒന്നും സാധിക്കാത്തൊരു സ്റ്റേജൊക്കെ ഇതിനകത്ത് കടന്നു വന്നതായിട്ട് തന്നെ കാണാം. പക്ഷെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വേറൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോക്കസ് ഇവിടുത്തെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു ഡെസ്റ്റിനിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും നിലവിൽ നമുക്ക് ഇതിനകത്ത് ആ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയ്ക്ക് ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ ഒരു ഡീവിയേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവർ കൊടുക്കുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവർ കൊടുത്തുപോയ ആ ഫോക്കസ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് നിലവിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ കാര്യങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്നത്. മാത്രമല്ല ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ലൈഫിൽ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവണമെന്നില്ല.
ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇൻസിഡൻസ് ഒക്കെ വന്നിട്ടും മനസ്സിനെ തന്നെ പാകപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഇമോഷണലി ഒരുപാട് ഡ്രെയിൻ ആയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ നോക്കി കാണാനും സമാധാനം എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനും, മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല, ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നോ കോൺടാക്റ്റിൽ പോകുന്ന വ്യക്തികളായിരിക്കണം. കുറച്ചൊരു നാളുകൾക്ക് മുൻപോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ ഒന്നുമല്ല, കുറച്ച് നാളുകളായിട്ട് ഈ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻസ് ലെവലിൽ നിൽക്കുകയാണ്, സ്റ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു വ്യക്തിയും ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേരുടെ എനർജീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നൊരാളെന്ന് പറയുന്നില്ല. ആ ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്താണ് കാത്തിരിപ്പ് എന്നുള്ളത് പോലും ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കണം. എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങളാണല്ലോ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇത് കാണാനും അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി എന്താണെന്ന് അറിയാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയും നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണാമെന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ മറ്റൊരു കാര്യത്തിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധ കുറച്ച് മാറി വേറൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. കാര്യം വിധിയുടെ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്ന് അകന്ന് നിൽക്കേണ്ടുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും ഇതാണ് ഒരു കാരണമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സൺ എന്നോട് ഇപ്പോൾ പതിവ് പോലെ അല്ലല്ലോ, പഴയ സ്നേഹം ഇല്ലെന്നോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സംസാരങ്ങൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ടാവാം. അതിനൊക്കെ ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. ചിലപ്പോൾ ഡെസ്റ്റിനി ആയിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഫേസ് നിങ്ങൾക്ക് ഒരുക്കി തന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിന് പിന്നിൽ അത്രയും ശക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം. ആ ഒരു ലെസൺസ് ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വരാനായിരിക്കാം, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലെവൽ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിരിക്കും, പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള എനർജി എന്താണ്? അവരിപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ മറ്റേതോ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം. ചിലപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കും ആയിരിക്കാം. എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് ഇതിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിലേക്ക് അവർ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ മുൻഗണന കൊടുത്ത കാര്യം നിങ്ങളല്ല മറ്റൊന്നാണെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നോക്കാം. Devil, Queen of Cups, Four of Wands, Four of Pentacles, King of Cups, Two of Swords, Six of Cups, Six of Swords, Knight of Pentacles, Five of Cups, Five of Wands, Page of Wands, Page of Swords, രണ്ട് കാര്യം കാർഡ്സ് വന്നിട്ടുണ്ട്. സ്റ്റാർ, ഡെത്ത് ആൻഡ് റീബർത്ത്, നയൻ ഓഫ് വൺസ്. അപ്പം നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇതിനകത്തുള്ള പല കാർഡ്സിനകത്ത് അല്ലെങ്കിൽ പല എനർജീസിലും നമുക്ക് അവരുടെ ഒരു റിഫ്ലക്ഷൻ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ എനർജീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിക്സ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്, സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്, പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് എനർജീസ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങളില്ല, സെപ്പറേഷൻ ഫേസ് ആണ്, ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്.
അതായത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാം. ഇപ്പോൾ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ വളരെ റെസ്റ്ലെസ് ആണ്. സമാധാനത്തോടെ ഇരിക്കാൻ ഈ പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ളൊരു താല്പര്യം അവരുടെ മനസ്സുകൊണ്ട് ഉണ്ടാവുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയോ, അങ്ങനെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ഒരുപാട് താല്പര്യപ്പെടുന്ന ആ ഒരു എനർജിയാണ്. അവർ വേറെ ഏത് കാര്യത്തിൽ ഫോക്കസ് ചെയ്താലും ഒരു കണ്ണ് നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു എനർജിയാണ്. ആ ഒരു സ്പൈനസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കണക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതായത് അവിടെയൊക്കെ ഒരു റെസ്റ്റ്ലെസ് ആണ്. നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ, ഹോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ ഹേർട്ടൊക്കെ ഉണ്ടായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ആവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെയുള്ള ഒരു പ്രതീക്ഷയും നമുക്കവിടെ കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി. അപ്പോൾ അവസാനിച്ചു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എൻഡായി എന്ന് വിചാരിച്ചൊരു കാര്യം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ ആ ഒരു ഓൾഡ് പാറ്റേൺ എന്തായിരുന്നു, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഓൾഡ് പാറ്റേൺ, അത് അവസാനിപ്പിച്ചൊരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സെപ്പറേഷൻ ഫേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു, നേരത്തെ കാരണം പറഞ്ഞു, ഇത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ വിധിയിലുള്ള ഒരു സെപ്പറേഷൻ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എങ്കിലും അവരുടെ മനസ്സിൽ സ്റ്റിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു എനർജിയിൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്കൊരു പെയർ, അല്ലെങ്കിൽ ആ ഒരു കപ്പിൾ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഒരു കപ്പിൾ എനർജി ആയിട്ടൊക്കെ ഉള്ളവരാണ്, അങ്ങനെയുള്ളൊരു കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇമോഷണൽ കൗണ്ടർ പാർട്ടായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് എനർജീസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, രണ്ടും കണ്ണടച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്, അവർ ധ്യാനിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ്. മേ ബി നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എപ്പോഴും ഇവരെക്കുറിച്ചുള്ള ഒരു ചിന്തകളോ കാര്യങ്ങളോ മനസ്സിനകത്ത് കടന്നു വരുന്നുണ്ടാവാം. എല്ലാം ഇമോഷൻസും ഉള്ളിലൊതുക്കി പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അത് നമുക്ക് ഇവരിലും കാണാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുള്ളതും ആ ഒരു ഡെവിൾ എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ, അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങളോട് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നേരത്തെ സ്പ്രെഡിൽ കണ്ടതുപോലെ തന്നെ അവരായിട്ട് ഇതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ്റെ റീസണായിട്ട് നമുക്ക് അവരുടെ എനർജിയാണ് മെയിനായിട്ട് കാണാൻ കഴിയുന്നത്. അവരുടെ ഒരു ഫോക്കസ് മാറിയതുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട് ആ ഒരു എനർജി ഒക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എങ്കിൽ കൂടിയും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി മിസ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല, എന്താണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. അതിവിടെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അവരവരുടെ ആ ഒരു ഇമോഷൻസ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് എനർജീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ, നിങ്ങളൊരു ഹോം ആയിട്ടൊക്കെയാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് തോന്നുന്നത്, അല്ലെങ്കിൽ അത്രയും കംഫർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഒരുപക്ഷെ അതും ഈ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ കയറി വരുമ്പോൾ അവർ ആലോചിക്കുന്നത് ഇതൊക്കെ ആയിരിക്കാം. അത്രയും ഒരു കംഫർട്ട് ലെവലിൽ പോരുന്നൊരു റിലേഷൻഷിപ്പിനായിരിക്കാം ചിലപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ തിരിച്ചും അതൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു പൊസസീവ്നെസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അത്രയും വിഷമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പുറമേ കാണിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടാവാം. ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ബോൾഡായിട്ട് പോകുന്നു. എനിക്ക് നിങ്ങളില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓൾറെഡി ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ഹുക്ക് അവരുടെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൻ തോന്നുന്നത്. അതുവരെ നമ്മളുടെ കയ്യിലാണ്, നമ്മളുടെ കസ്റ്റഡിയിലാണെന്ന് വിചാരിച്ചൊരു കാര്യം പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, അവരവരുടേതായിട്ടുള്ള വഴിക്ക് പോകും, വേറെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ വളരെ സമർത്ഥമായിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നടക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്തിനെയാണോ ഉപേക്ഷിച്ച് വന്നത് അത് മറ്റൊരു ലെവലിലെത്തി, അല്ലെങ്കിൽ അത് വേറെ ഒരു നമ്മളെ വിട്ടു പോയി,
നമ്മളോട് അധികം ഫോക്കസ് ഇല്ല എന്ന് കാണുമ്പോൾ ഈ അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ തിരിച്ചൊരു ചായ്വ് വരും. അപ്പോൾ മേ ബി അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹുക്ക് അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ഇമോഷൻസ് നിയന്ത്രിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള തോന്നൽ ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് അത് അവർ കൺട്രോൾ ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ്. സ്റ്റിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഏത് കാര്യത്തിലാണോ എടുത്തിയാടി പോയത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ആ ഫോക്കസ് തീർച്ചയായിട്ടും പെട്ടെന്നാണ് അവരുടെ ഫോക്കസ് മാറിയിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ കാര്യത്തിലേക്ക് ഫോക്കസ് അറ്റൻഷനൊക്കെ പോയിട്ടുള്ളത് ഒരു ചിലപ്പോൾ അവരുടെ എടുത്തിയാട്ടമായിരിക്കും. അവർ ചിലപ്പോൾ അതിനകത്ത് കൂടുതൽ ആലോചിച്ചിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം സ്റ്റിൽ അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ടായിരിക്കാം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് വരുന്നത്. അപ്പോൾ ഒരു വശത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അവർക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നു. എന്നാൽ അതേസമയം തന്നെ വേറൊരു കാര്യം ത്തെക്കുറിച്ചും കൂടി ചിന്ത വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നഷ്ടബോധമാണത്. വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു ലോസ് ഫീലിംഗ്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു ചെയ്ത കാര്യം വേണ്ടില്ലായിരുന്നു, ആ ഒരു തെറ്റ് പറ്റി എന്നൊക്കെയുള്ള ചിന്താഗതികളും കാര്യങ്ങളും നമുക്ക് നല്ലതുപോലെ കാണാം. അവർ ഹീൽ ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം അകന്ന് നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നതെന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സണും കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ സെപ്പറേഷൻ ഫീസ് വന്നിട്ടുള്ളത്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ അവർ ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തത് ഇപ്പോഴും കൂടെ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു പോരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. സോ വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ ഇനിയും ഇതിനകത്ത് ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. തടസ്സമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സത്തിനെയൊക്കെ ഞാൻ ഓവർകം ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ സാഹചര്യത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അവരായിട്ട് മാറിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഒരു നഷ്ടബോധവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. വിട്ട് കളയാനുള്ളൊരു മനസ്സ് വരുന്നില്ല. അവർക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അധികം ഓർക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവാം. കാരണം അവർക്ക് ഇവിടെ നല്ല ഒരു ഹേർട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മളവിടെ കാണുന്ന പോലെ അവർക്കൊരു ഹേർട്ട്, അല്ലെങ്കിൽ മെൻ്റലി ഒരു ടെൻഷൻ, കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർ പോലും അറിയാതെ ഒരുപാട് നിങ്ങളുടെ ചിന്തകൾ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഒരു ഭാഗത്ത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഭയമുണ്ട്. ഈ പറഞ്ഞതുപോലെ തടസ്സങ്ങളുണ്ടല്ലോ, ഇനിയും ഇത് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചിന്തയും ഒരു വശത്തുകൂടി പോകുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു വ്യക്തി പോലും അറിയാതെ ഒരുപാട് കണക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുമോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഈ ഒരു എനർജിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം എക്സോസ്റ്റഡ് ആണ്, ടയേർഡാണ് ഈ ഒരു പേഴ്സൺ. പക്ഷെ അവർ ഇതിൽ നിന്ന് വിട്ടിട്ടില്ല, അവരുടെ മൈൻഡ് പോയിട്ടില്ല എന്നുള്ളത് കാണാം. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ആർജവത്തോടു കൂടി വരാനുള്ള അത്രയും ഒരു എനർജി ആ ഒരു പേഴ്സണിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ അവർ അതുപോലെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയി. അപ്പോൾ ചിലപ്പോൾ ഇനി പറഞ്ഞ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ചിലപ്പോൾ കയറി വന്നെന്ന് വരാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയും നമുക്കിവിടെ കാണാം. ആ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു സെപ്പറേഷനൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായെങ്കിൽ നിങ്ങൾ വരുമോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. എങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ഹോപ്പ് അവർ കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഗ്രാജുവലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചസ് ഉണ്ടാവട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയും നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ രണ്ട് തട്ടിലാണെന്ന് പറയാം. അതിലൊന്നെന്ന് പറയുന്നത്, അവർക്ക് പോലും അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം ഒരു വിഷമവും നഷ്ടബോധവും ഒരു മിസ്സിങ് ഫീലിംഗും ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് അവരുടെ മനസ്സ് ഇത്രയേറെ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് തന്നെ അതിൻ്റെ ഒരു റീസൺ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും ഓവറായിട്ട് വരണ്ട, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഹേർട്ട് ആവാനായിട്ട് കഴിയില്ല.
അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇമോഷണലി വിഷമിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് ഹീലാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു തട്ടെന്ന് പറയുന്നത്, ഇതിനകത്ത് ഇപ്പോൾ അവരെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തി റിലേഷൻഷിപ്പിൽ ആകെ എക്സോസ്റ്റഡ് ആയി പോയൊരവസ്ഥയും കൂടി ആയിരിക്കും. എന്നിരുന്നാലും ഇതിനകത്തൊരു ഭാവി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയും ഈ പേഴ്സണിലുണ്ട്. ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവും. ഇത് ഇങ്ങനെ പോകേണ്ടതല്ല എന്നുള്ളൊരു തോന്നലാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനി റിലേറ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതൊക്കെയോ തരത്തിൽ അവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. ചിലപ്പോൾ ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പർപ്പസ് ഒന്നും അവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നോട്ട് അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് കണക്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇത് നോ കോൺടാക്റ്റ് പീരീഡിലൂടെ വന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ്. കാരണം ആ ഒരു മാറ്റം, ചേഞ്ചസ്, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡൊക്കെ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ചേഞ്ചസിലൂടെ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു അകൽച്ചയിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടാവാം, ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവാം, ആ ഒരു പക്വമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതാ ഒരു ഡെസ്റ്റിനി റിലേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തെല്ലാം ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്നു, അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ളൊരു പെയിൻ അനുഭവിക്കുന്ന ഒരവസ്ഥയായിരിക്കാം, തീർത്തും എൻഡായി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പക്ഷേ അവിടെ നിന്ന് ആ ഒരു പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നില്ല, തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ കടന്നു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ എന്ത് തന്നെ കാരണമായാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ആ ഒരു കണക്ഷൻ ഓൺ ആവും എന്നുള്ള ഒരു എനർജിയും കൂടി നമ്മളവിടെ നിന്ന് ഹിഡൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതായത് ഡിവൈൻ ടൈമിങ്ങിന് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു സമയപരിധിയിൽ നിങ്ങൾ മാറി നിൽക്കേണ്ട വ്യക്തികളായിരിക്കാം. പരസ്പരം ഒന്നും മനസ്സിലാവാതെ അല്ലെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാതെ സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റാതെ നിൽക്കേണ്ടുന്നൊരവസ്ഥ ഇതിനകത്ത് ഉണ്ടാവാം. പക്ഷേ ഈ കണ്ടതുപോലെ തന്നെ അതിന് ആ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് തിരിച്ചൊരു റീയൂണിയൻ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ കാര്യമാണ്, ആ ഒരു ഹോപ്പിലാണ് അവർ പോകുന്നത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസ് എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ അതിനകത്ത് ഇനി വീണ്ടും ക്ലൂസ് എടുക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചധികം നാളുകളായിട്ട് ഈ ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷനായിട്ട് അതിനെന്താണ് തടസ്സമെങ്കിലും ആ തടസ്സം മാറി സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് ബോണ്ടിങ് ഉണ്ടാവാനായി യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.